ശ്രീനാരായണ ഗുരുദേവൻ്റെ 171ാമത് ജയന്തി മഹോത്സവമാണ് സെപ്റ്റംബർ മാസം 7-ാം തീയതി. അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന വിളംബര റാലിയാണെന്ന് നടക്കുന്നത്. ഈ പ്രാവശ്യം നമ്മുടെ ശാഖ 2 ദിവസമായിട്ടാണ് ചതയം ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ മാസം 6-ാം തീയതിയും 7-ാം തീയതിയും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ വിളംബര റാലിയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആവേശം ആരവമാക്കി ഈ നാടിന്റെ ഹൃദയഭൂമിയിലൂടെ ഇരുചക്ര വാഹന വിളംബര റാലി ഈ വിളംബര ജാഥ പോകുന്നത് നമ്മുടെ SNDP നിന്ന് ആരംഭിച്ച് പള്ളുപ്പെട്ടയിൽ നിന്ന് പ്ലാപ്ലിക്കോലയിൽ നിന്ന് പിന്നെ വെള്ളാമ്പാവതി വഴി മുണ്ടങ്ങാമറ്റം തെണ്ടുമുകളിൽ നിന്ന് മുണ്ടങ്ങാമറ്റം ജംഗ്ഷനിൽ വന്നിട്ട് നവോദയപുരം കുന്നിലങ്ങാടി കൂടി തിരിച്ച് വയ്യമ്മയിൽ നിന്ന് പ്ലാപ്ലിക്കോലയിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും SNDP ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്ന് കമ്പനിക്ക് പഠിക്കാൻ പോയി SNDPയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ചുറ്റി സഞ്ചരിച്ച ഈ വഴിത്താരയെ ധന്യമാക്കി വരണുണ്ടീ വഴി. പുഷ്പനികുഞ്ചം പൂത്തുമ്പികളുടെ പുല്ലാങ്കുഴൽ വിളിയായി പുഷ്പിതവനമുല്ലക്കരികത്തൊരു കന്യക തപമായി. ചരണം ഗുരുചരണം ശ്രീനാരായണ ചരണം ശരണം സദ്ഗുരു ലോക മഹാഗുരു ചരണം ശ്രീചരണം ശരണം. അവഗാഹമായ അറിവിന്റെ അനന്തമായ ആത്മീയ പ്രവാഹത്തിന്റെ അനവരതമായ അന്വേഷണങ്ങളുടെ അദ്വിതീയമായ തപസ്യയുടെ അളവില്ലാത്ത അഭൗമ സൗരഭ്യം വാരിവിതറിയ ആത്മീയ പ്രഭാവൻ അറിയുന്തോറും ഗഹനതയുടെ ആഴങ്ങളിലേക്കും അപാരതയുടെ പാരമ്യതയിലേക്കും അനശ്വരമായ സദ്ഭീതികളിലേക്കും നമ്മെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രപഞ്ചം നിർവചനാതീതൻ ലോകനന്മയ്ക്കായി അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ 171ാമത് ചതയദിനാഘോഷം 6-7 തീയതികളിൽ വളരെ ഗംഭീരമായ രീതിയിൽ ഈ തവണ ശാഖ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായി നടത്തുന്ന വിളംബര ജാഥയിൽ എത്തിച്ചേർന്ന എല്ലാ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, ശാഖ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ, മറ്റുള്ള എല്ലാ യാത്രയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ശാഖയുടെയും ഈ കുടുംബ യൂണിറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും പേരിൽ ഹാർദവമായി ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി വിളംബരം ചെയ്തു. ജയന്തി നാടിൻ നിലേശ്വരം ഈസ്റ്റ് 858 നമ്പർ SNDP ശാഖ ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും
മാറ്റാൻ സംഘം ഈ നാടിന്റെ ഹൃദയഭൂമിയിലൂടെ ഇരുചക്ര വാഹന വിളംബര റാലി ശാഖാതിർത്തികളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ വഴിത്താരെ ധന്യമാക്കി വരനുണ്ട് ഈ വഴി. ശ്രീനാരായണ ഗുരുദേവ ജയന്തി വിളംബരം ചെയ്തുകൊണ്ട് ഗുരുജയന്തി നാടിൻ മഹാമഹോത്സവമാക്കി മാറ്റാൻ സംഘബോധത്തിന്റെ ഉണർത്തുപാട്ടുമായി നിലീശ്വരം ഈസ്റ്റ് 858 നമ്പർ SNDP ശാഖ ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആവേശം ആരവമാക്കി ഈ നാടിന്റെ ഹൃദയഭൂമിയിലൂടെ ഇരുചക്ര വാഹന വിളംബര റാലി ശാഖാതിർത്തികളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ വഴിത്താരെ ധന്യമാക്കി വരനുണ്ട് ഈ വഴി. മയിലിന്റെ പൊൻപീലി പോലെ ഗുരുദേവൻ, കുയിലിന്റെ കളഗീതം പോലെ ഗുരുദേവൻ, മലരണി പൂവനം പോലെ ഗുരുദേവൻ, മധുമാസമകരന്തം പോലെ ഗുരുദേവൻ. ഗുരുദേവ രചനകളിലെ മൗനമന്ദഹാസങ്ങൾ, മൗനം മുറ്റിയ കടലിൽ അലയിളകാതെ കണ്ണുകൾക്ക് കർപ്പൂര പ്രഭയായി 858 നമ്പർ SNDP ശാഖ ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആവേശം ആരവമാക്കി ഈ നാടിന്റെ ഹൃദയഭൂമിയിലൂടെ ഇരുചക്ര വാഹന വിളംബര റാലി ശാഖാതിർത്തികളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ വഴിത്താരെ ധന്യമാക്കി വരനുണ്ട് ഈ വഴി. സർവസമ്പൽ സമൃദ്ധി വിരിയും ചിങ്ങപ്പൊൻ പുലരി, സർവരാശിയും ഉണർന്നുയർന്നൊരു ചതയം നക്ഷത്രം, ആത്മസുമംഗലമായൊരു സുവർണ സുരസുമണരുന്നു, ആത്മാനന്ദ മഹാമയ വിസ്മയമെങ്ങും പരിമളമായി എങ്ങും കതിരൊളിയായി. സത്യവും ധർമ്മവും ദയയും നീതിയും ഭക്തിയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആധ്യാത്മിക ധ്യാനത്തിലൂടെ അദ്വൈത ചിന്താഗതികളിലൂടെ മനുഷ്യ മനസ്സുകളിലെ തീണ്ടലുകൾ അകറ്റിയ അത്യുന്നതൻ ശ്രീനാരായണ ഗുരുദേവൻ. 171 ശ്രീനാരായണ ഗുരുദേവ ജയന്തി വിളംബരം ചെയ്തുകൊണ്ട് ഗുരുജയന്തി നാടിൻ മഹാമഹോത്സവമാക്കി മാറ്റാൻ സംഘബോധത്തിന്റെ ഉണർത്തുപാട്ടുമായി നിലീശ്വരം ഈസ്റ്റ് 858 നമ്പർ SNDP ശാഖ ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആവേശം ആരവമാക്കി ഈ നാടിന്റെ ഹൃദയഭൂമിയിലൂടെ ഇരുചക്ര വാഹന വിളംബര റാലി ശാഖാതിർത്തികളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ വഴിത്താരെ ധന്യമാക്കി വരനുണ്ട് ഈ വഴി. മയിലിന്റെ പൊൻപീലി പോലെ ഗുരുദേവൻ, കുയിലിന്റെ കളഗീതം പോലെ ഗുരുദേവൻ, മലരണി പൂവനം പോലെ ഗുരുദേവൻ, മധുമാസമകരന്തം പോലെ ഗുരുദേവൻ. ഗുരുദേവ രചനകളിലെ മൗനമന്ദഹാസങ്ങൾ, മൗനം മുറ്റിയ കടലിൽ അലയിളകാതെ കണ്ണുകൾക്ക് കർപ്പൂര പ്രഭയായി നിറഞ്ഞു നിൽക്കുമ്പോൾ മലയാളത്തിന്റെ ഭഗവത്ഗീതയെന്ന് മനീഷികൾ വേദത്തിന്റെ വിശുദ്ധിയും ഇതിഹാസങ്ങളുടെ ഹൃദയംഗമതയും പുരാണ വൈചിത്ര്യവും ഒരു ചിമിഴിലൊതുക്കി ഭാഷയിൽ ദൈവവചന വിശുദ്ധി ചേർത്തെഴുതി ജ്ഞാനദായകണം പ്രിയരെ. അതിനായി നാം വീണ്ടും ഇതാ തിരുജയന്തി ആഘോഷിക്കുകയാണ്. 171 ശ്രീനാരായണ ഗുരുദേവ ജയന്തി വിളംബരം ചെയ്തുകൊണ്ട് ഗുരുജയന്തി നാടിൻ മഹാമഹോത്സവമാക്കി മാറ്റാൻ സംഘബോധത്തിന്റെ ഉണർത്തുപാട്ടുമായി നിരീശ്വരം ഈസ്റ്റ് 858 നമ്പർ SNDP ശാഖ ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആവേശം ആരവമാക്കി ഈ നാടിന്റെ ഹൃദയഭൂമിയിലൂടെ ഇരുചക്ര വാഹന വിളംബര റാലി ശാഖാതിർത്തികളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ വഴിത്താരെ ധന്യമാക്കി വരനൂർ വഴി.
വിശ്വാസങ്ങളും അനാചാരങ്ങളും കണ്ണുമടച്ചു പാലിച്ച കേരളീയരെ ജീവിതത്തെയും വിശ്വാസങ്ങളെയും കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കാണാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ 1000-ലേറെ വർഷം നീണ്ടുനിന്ന വ്യവസ്ഥകൾ തകർത്തെറിഞ്ഞ് ആധുനിക ലോകത്തിൽ അനുസൃതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയായി നമ്മൾ പരിവർത്തനം ചെയ്യപ്പെട്ടതിന്റെ സമുജ്വലമായ ഓർമ്മകളും പേറി ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം ഉയർത്തി ഇതാ തിരുജയന്തിയെത്തുന്നു. 171 ശ്രീനാരായണ ഗുരുദേവൻ വിളംബരം ചെയ്തുകൊണ്ട് ഗുരുജയന്തി നാടിന് മഹാമഹോത്സവമാക്കി മാറ്റാൻ സംഘബോധത്തിന് ഉറച്ചു കാട്ടുവാൻ 850